കലികാല വാർത്തകൾ. നമസ്കാരം. ചന്ദ്രബോസും നിസാമും ഹമ്മറും, ഡോക്ടർ ഷാനവാസും VS അച്യുതാനന്ദനും, കൊടിയേരിയും, ആഗോള താപനവും, നോട്ടെണ്ണുന്ന മെഷീനും, കേന്ദ്ര കേരള ബജറ്റുകളുമൊക്കെ മിന്നാമിനുങ്ങുകളെപ്പോലെ മിന്നിമറഞ്ഞ് കടന്നുപോകുന്ന ഈ ലോകത്ത് കലികാല വാർത്തകളുമായി എത്തുന്നു നന്ദുകാവാലം. സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കീഴിൽ സ്കൂൾ പരിസരം വൃത്തിയാക്കാനിറങ്ങിയ കുട്ടികൾ കണ്ടെടുത്തത് 1 കോടി രൂപയും സ്വർണ്ണ ബിസ്ക്കറ്റുകളും. 59 ലക്ഷം രൂപ വിലമതിക്കുന്ന 21 സ്വർണ്ണ ബിസ്ക്കറ്റുകളാണത്രേ കണ്ടെത്തിയത്. ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഒരു ലോക്കറിൽ നിന്നാണ് കുട്ടികൾക്ക് പണവും സ്വർണവും കിട്ടിയത്. അഹമ്മദ് ഛാന്ദ് ഖേഡയിലെ ONGC ക്യാമ്പസിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് നിധി കണ്ടെത്തിയത്. ഏറെക്കാലമായി ഉപയോഗിക്കാതെ പൊടിപിടിച്ചു കിടന്ന ഒരു ലോക്കറിലായിരുന്നു പണവും 100 ഗ്രാം വീതമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളും. ബ്രീഫ് കേസിൽ ഭദ്രമായി അടച്ച നിലയിലായിരുന്നു 1 കോടിയുടെ നോട്ടുകെട്ടുകൾ. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് പറയാൻ വയ്യ. ഇനി അന്യം നിന്നു പോകുന്ന നന്മ ചെയ്യുകയെന്ന സ്വഭാവത്തിലേക്ക് തിരികെ വന്നാൽ, 2 ഉടുപ്പ് കൈവശമുണ്ടെങ്കിൽ സ്വന്തം സഹോദരന് പോലും അതിലൊന്ന് കൊടുക്കാൻ മടിക്കുന്ന ആളുകളുള്ള ഇക്കാലത്ത് 5000 കോടി സ്വത്തുള്ളവർ സെക്യൂരിറ്റിക്കാരനെ ചവിട്ടിക്കൊല്ലുന്ന ഇക്കാലത്ത് 2 പേരെ കുറിച്ച് കലികാലത്തിൽ പറയാതെ വയ്യ. സ്നേഹം അന്യനുമായി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നതാണ് ഇവരുടെ മതം. അവയവദാനത്തിലൂടെ സാന്ത്വനം പകർന്ന് യുവദമ്പതികൾ മാതൃകയായിരിക്കുന്നു. കല്ലൂർക്കാട് കാരാമേൽ ഷാജു ബാലൻ, ഭാര്യ ഗീതു എന്നിവരാണ് വൃക്കദാനം ചെയ്തത്. അശരണർക്കും രോഗികൾക്കും സാന്ത്വനമേകാൻ ഓടിയെത്തുന്ന ഇരുവരും 1 വർഷം മുമ്പാണ് അവയവദാനത്തിന് തീരുമാനമെടുത്തത്. 2014 ഏപ്രിൽ 3 മുളന്തുരുത്തി സ്വദേശിനിയായ ആലി വിൻസിക്ക് ഗീതു വൃക്ക സൗജന്യമായി നൽകി. കഴിഞ്ഞൊരു വ്യാഴാഴ്ചയാണ് ഷാജു തന്റെ വൃക്ക കോഴിക്കോട് വടകര സ്വദേശി മുഹമ്മദ് ഷിഫിലിക്ക് സൗജന്യമായി നൽകിയത്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാനും ഇരുവരും മാറ്റിവെക്കുന്നു. അവയവദാനത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ഇനി നമ്മുടെ ഡോക്ടർ ഷാനവാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വൈകിയത് നമുക്ക് വേദനയുണ്ടാക്കിയെങ്കിൽ, ഇനിയുമുണ്ട് പല പല ഷാനവാസുമാർ നമ്മുടെ ഇടയിൽ. പക്ഷേ ഡോക്ടർ ഷാനവാസിന് തുല്യം ഷാനവാസ് മാത്രം എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ പാലിയേറ്റീവ് ഷഫീഖിനെ കുറിച്ച് നമുക്ക് അറിയാം. ആലപ്പുഴയിലാണ് ഷഫീഖിന്റെ സ്ഥലം. വീട് അരപ്പട്ടിണിയിൽ കഴിയുമ്പോഴും പാവങ്ങളായ രോഗികളുടെ പരിചരണത്തിനും അവർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കിയും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എത്തിച്ചും പ്രവർത്തിക്കുന്നു ഇദ്ദേഹം. ചെല്ലുന്ന വീടുകളിൽ നിന്നും വെറും വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കില്ല. കാരണം അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് വീണ്ടും തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കത് വിഷമം ആകുമത്രേ. ആലപ്പുഴയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് മന്ത്രിയുടെ കയ്യിൽ നിന്നും ഉപഹാരം വാങ്ങാൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് പടച്ചവന്റെ ഉപഹാരം മാത്രം മതി എന്ന് പറഞ്ഞ് നിരസിച്ച വ്യക്തിയാണ് ഷഫീഖ്. എന്ത് സഹായം ആവശ്യപ്പെട്ട് ആര് വിളിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ വിളിപ്പുറത്ത് ഉണ്ടാകും. 1 രൂപ പോലും ഒരാളിൽ നിന്നും സർക്കാരിൽ നിന്ന് പോലും ഇന്നുവരെ പ്രതിഫലമായോ സമ്മാനമായോ വാങ്ങിയിട്ടില്ല. ഇതാണ് ശരിയായ മനുഷ്യജന്മം, മനുഷ്യ മനസ്സ്. ഇത് അയച്ചു തന്ന സ്നേഹിതന് നന്ദി പറഞ്ഞുകൊണ്ടും ഇത്തരം ഷഫീഖുമാർ ആയിരക്കണക്കിന് ഉദിച്ചുയർന്ന് ഡോക്ടർ ഷാനവാസ് പാതിയാക്കി പോയ സൽപ്രവൃത്തികൾ ശക്തിയോടെ തുടരണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ദൈവം കാക്കട്ടെ എന്നെയും നിങ്ങളെ ഏവരെയും, ലോകത്ത് എവിടെയും എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരൻ കാക്കട്ടെ, നല്ലത് ചെയ്യാൻ, നല്ലത് മാത്രം ചെയ്യാൻ തോന്നിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി ഇന്നത്തെ കലികാല വാർത്ത വായന നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കലികാല വാർത്തകൾ brought to you by Grand Mall. 30 റിയാലിന് പർച്ചേസ് ചെയ്യൂ, 7 ഭാഗ്യശാലികൾക്ക് ഡസ്റ്റർ കാർ സമ്മാനം. 20 റിയാലിന് യൂണിലിവർ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ, 1 ലക്ഷം റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചറുകൾ നേടൂ. ഗ്രാൻഡ് മാൾ, വെസ്റ്റേൺ പാർക്ക്, ദോഹ, ഖത്തർ.